അപ്പോൾ ഇന്ന് ഞങ്ങൾ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ വിളക്കിടാൻ വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അവിടെയൊക്കെ അടിച്ച് ക്ലീൻ ആക്കുകയാണ്. ആദ്യമൊക്കെ നല്ല സ്പീഡായിരുന്നു ചെയ്യാൻ, പിന്നെ അങ്ങ് സ്ലോ ആയി. അച്ഛൻ അകത്താണ് കേട്ടോ അടിച്ചത്. അകത്തടിക്കാനാണ് പാടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്തടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അച്ഛൻ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ലാസ്റ്റത്തത് അച്ഛൻ അടിച്ചു. ഈ ജംഗിൾ ബുക്കിൽ മൗഗ്ലി ചാടിപ്പോകുന്ന പോലത്തെ മറ്റേ വള്ളിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ചാടിയാലോ എന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തില്ല. അത് മാത്രമല്ല താഴെ കുളമാണ്, വെറുതെ എന്തിനാ, അതുകൊണ്ട് വേണ്ട. എല്ലായിടത്തും അടിച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴേക്കും കിണറിൽ നിന്ന് വെള്ളം എടുക്കുകയാണ് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ എല്ലായിടത്തും ഒന്ന് തളിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോഴാണ് ഞാൻ ദൈവത്തിന് ചാത്തിയ മാല അവിടെ കളഞ്ഞിട്ടേക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് റോസാപ്പൂക്കൾ എടുക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് മാറ്റി വെച്ചു. ഈ റോസാപ്പൂക്കൾ വെതർ ഇങ്ങനെ താഴത്തിട്ടിട്ട് കളിക്കുന്ന, കാല് മാത്രം കാണിച്ചിട്ട് കളിക്കുന്ന ഒരു ഡാൻസാണ് ദീവാന ദീവാന എന്ന് പറഞ്ഞ ഡാൻസ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. പിന്നെ എണ്ണയും കർപ്പൂരവും തീപ്പട്ടിയും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടെടുത്ത് കൊണ്ടുപോയി. പിന്നെ അവിടെ ആഞ്ഞിന് മരമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ചക്കകൾ, കുഞ്ഞു ചക്കകളുടെ പീസൊക്കെ ഇങ്ങനെ താഴെ വന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങളെടുത്ത് മാറ്റിയല്ല തട്ടിക്കളഞ്ഞു. അപ്പോഴാണ് താഴെ ഞാൻ കുറച്ച് ചിരാതുകൾ കണ്ടത്. അപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു, ഇത് ഈ ശിവലിംഗത്തിൻ്റെ ഇവിടെ ആയിട്ട് ചുറ്റും ഇങ്ങനെ നിരത്തി വെക്കാമെന്ന്. അപ്പോൾ ഞാനത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനും ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിതാ എല്ലാം നിരത്തി വെച്ചു. അതിനകത്തുള്ള മണ്ണ് അച്ഛനും കളഞ്ഞു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആട്ടോ എൻ്റെ അച്ഛൻ്റെയൊക്കെ വീട്. അപ്പം നമുക്കിനി ഫൈനൽ ലുക്ക് കണ്ടാലോ? ഇതാണ്. ഞങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് തിരി വെച്ച് കത്തിച്ചു. പിന്നെ കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഐഡിയ ആണ് കേട്ടോ, ആ ചിരാത് വെച്ച് തന്നെ. പിന്നെ ചന്ദന തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ എല്ലായിടത്തും കുത്തിവെച്ചു. ഒരു കാടിനകത്തുള്ളൊരു അമ്പലം പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇത് രാത്രി ആയി കഴിഞ്ഞാൽ. അത് മാത്രമല്ല രാത്രി ഒരു ഹൊറർ വൈബാണ് മുകളിലെ മരങ്ങളിലോട്ട് നോക്കിയാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.